എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പാരറ്റി ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയാം നമ്മുടെ റോക്സ് ഡി സെവക് എന്നാണ്. പക്ഷേങ്കിൽ അത് ശരിക്കും സത്യമാണോ? നമ്മുടെ റോക്സ് തന്നെയാണോ നമ്മുടെ വൺ പീസിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പാരറ്റി? ഞാനിനി നമ്മുടെ ജോയ് ബോയിനോ അല്ലെങ്കിൽ നമ്മുടെ റിയൂമ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ റോജറിൻ്റെ എറ മുതൽ ഇതുവരെയുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. ക്യാരക്ടേഴ്സിനൊന്നും നോക്കുന്നില്ല, നമ്മൾ ഒരാളെ മാത്രമാണ് നമ്മുടെ റോക്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എഴുതുള്ളൂ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ റോക്സ് ഡി സെവക്കിൻ്റെ അണ്ടറിൽ നമ്മുടെ വൈറ്റ് ബീഡ്, കായ്ഡോ, ഷിക്കി, ബിഗ് മാം അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൽ ഏകദേശം 3 പേര് കോൺഗ്രസ് ഹാക്കി യൂസറുമാണ്. നമ്മുടെ ഷിക്കിയുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ വൈറ്റ് ബീഡ്, കായ്ഡോ, ബിഗ് മാം ഇവരൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ വൺ പീസ് വേൾഡിൽ വലിയൊരു പേര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്യാരക്ടേഴ്സ് കൂടിയാണ്. 3 പേരും നമ്മുടെ യോങ്കോ ലെവൽ ക്യാരക്ടറായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ തൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ നമ്മുടെ റോക്സിന് പറ്റിയിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് റോക്സിൻ്റെ പവർ എത്രയാണെന്ന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ തൻ്റെ കീഴിൽ വെക്കുക എന്ന് വെച്ചാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷേങ്കിൽ ഇവരാരും തന്നെ നമ്മുടെ റോക്സിൻ്റെ കൺട്രോളിലായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം, ഇവരെല്ലാം നമ്മുടെ റോക്സിൻ്റെ ഓർഡേഴ്സ് കൃത്യമായിട്ട് അനുസരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. വൈറ്റ് ബീഡിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, വൈറ്റ് ബീഡും അതുപോലെ തന്നെ റോക്സിൻ്റെ ഒരു വേൾഡ് കാണുന്ന രീതി തന്നെ വ്യത്യാസമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സും അതുപോലെ തന്നെയാകാനാണ് ചാൻസ് കൂടുതൽ. ഇവരൊക്കെ നമ്മുടെ റോക്സിൻ്റെ ക്രൂവിൽ ഉണ്ടെന്നല്ലാതെ നമ്മുടെ റോക്സിന് വേണ്ടി പ്രത്യേകിച്ച് അവർ ലോയലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതേ സമയത്ത് നമ്മുടെ റോജർ, നമുക്കറിയാം വൺ പീസിൽ തന്നെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ക്രൂ ആണ് റോജറിൻ്റേത്. റോജറിൻ്റെ ക്രൂവിലായിക്കോട്ടെ നമ്മുടെ ഓഡിനെ, അതുപോലെ തന്നെ സ്കോപ്പർ ഗബാൻ, റെയിലി ഇതുപോലത്തുള്ള പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ റോജറിൻ്റെ ക്രൂവിലും ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് റൈറ്റ് ഹാൻഡ്മാൻ അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ്മാൻ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവർ അത്രമാത്രം പവർഫുൾ ഒന്നും ആയിരിക്കില്ലെന്നാണ്. പക്ഷേ ഇപ്പോഴാണ് നമുക്കിപ്പോൾ കാര്യം മനസ്സിലായി വരുന്നത് നമ്മുടെ റെയിലിയും അതുപോലെ തന്നെ സ്കോപ്പർ ഗബാനും എത്രമാത്രം പവർഫുൾ ആയിരുന്നത്. ഇപ്പം അടുത്തിറങ്ങിയ ഒരു ചാപ്റ്റർ പറയുന്നുണ്ട് നമ്മുടെ റെയിലിയും സ്കോപ്പർ ഗബാനും ഏകദേശം റോജറിൻ്റെ അത്ര തന്നെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നെന്ന്. അത് നമ്മളിപ്പം കണ്ടിട്ടുമുണ്ട്. നമ്മളെ സ്കോപ്പർ ഗബാൻ എത്ര പെട്ടെന്നാണ് ഒരു ഹോളി നൈറ്റിനെ ഡിഫീറ്റ് ചെയ്തതെന്ന്. അപ്പോൾ തന്നെ പ്രൈം ടൈമിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്പോഴുള്ള ബിഗ് മാമിനെക്കാട്ടും കായ്ഡോനെക്കാട്ടും നമ്മുടെ സ്കോപ്പർ ഗബാനും റെയിലിയും പവർഫുൾ ആകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റോജറിൻ്റെ കീഴിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ നമ്മളെ റോക്സിൽ നിന്ന് നമ്മുടെ റോജറിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റോജറിൻ്റെ ക്രൂമേറ്റ്സൊക്കെ റോജറിനോട് ലോയാലിറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫൈറ്റിൽ നമ്മുടെ റോജറിന് ഫുൾ സപ്പോർട്ട് കിട്ടുമായിരുന്നു. ഒരിക്കലും അവരൊരു ഫൈറ്റ് അബാൻഡൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ റോജറിനെ ചതിക്കുകയോ ഇങ്ങനെയൊന്നും തന്നെ ചെയ്യാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗോഡ് വാലിയിലെ ഫൈറ്റ് നമ്മുടെ റോജറും അതുപോലെ തന്നെ ഗാർപ്പും ഒക്കെ ജയിക്കാനും കാരണമായത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് പൈരറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് റോക്സ് അല്ല, നമ്മുടെ റോജറാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം, ഒരു പൈരറ്റ് ആകണമെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി സ്ട്രോങ് ആയാൽ മാത്രം പോരാ, നമ്മുടെ ക്രൂമേറ്റ്സ് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വൺ പീസിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. അതിനുള്ള ഉത്തമ ഉദാഹരണം കൂടിയാണ് നമ്മുടെ റോക്സ്. ഗോഡ് വാലിയിൽ നമ്മുടെ റോക്സിൻ്റെ ക്രൂമേറ്റ്സും റോക്സിനോട് ലോയലാണെങ്കിൽ നമ്മുടെ റോക്സ് ഗോഡ് വാലിയിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ രക്ഷപ്പെട്ടു പോകാൻ നമ്മുടെ റോക്സിന് കഴിഞ്ഞതന്നെ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ റോക്സിൻ്റെ ക്രൂമേറ്റ്സും വളരെ പവർഫുൾ ആയിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ റോക്സ് നമ്മുടെ റോജറിനെക്കാട്ടും പവർഫുൾ അല്ല എന്ന് പറയാൻ കാരണം. നമ്മുടെ റോജറിൻ്റെ അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ റോക്സിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും റോജറിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റോക്സിൻ്റെ പേര് എവിടെയൊന്നും കേൾക്കാൻ പോലും ഇല്ല. പിന്നെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് റോക്സിൻ്റെ പേര് തന്നെ എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് അതെനിക്കറിയാം. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ റോജർ തന്നെയായിരിക്കും പവർഫുൾ എന്ന്. നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, നമ്മുടെ റോജർ വെറും ഹാക്കി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വെറും ഹാക്കിയുടെ പവർ മാത്രം വെച്ചിട്ടാണ് നമ്മുടെ റോജർ നമ്മുടെ പൈരറ്റ് കിങ് ആയി മാറിയത്. അത് മാത്രമല്ല, റോജർ ആയിക്കോട്ടെങ്കിൽ ഒരു ഇൽനെസ് കൊണ്ട് മരിക്കാനാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ റോജറിന് തൻ്റെ ഏരിയയിലെ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആർക്കും തന്നെ നമ്മുടെ റോജറിനെ ഡിഫീറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ റോജറിൻ്റെ ലെവലൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കുക. മറ്റൊരു മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.